ഭംഗിക്കുള്ളൊരു കാമ്പേ ശിവമനമിളകുമ്പോൾ തളയ്ക്കുന്ന താമ്പേ ശൃംഗാരത്തേൻ കുഴമ്പേ പദചരണ പരിത്രാണന പൊൻതിടമ്പേ മംഗല്യത്തിന്റെ തുമ്പേ സരസതവകരും സാരസത്തിന്റെ കുമ്പേ ഭംഗ്യാ വന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 38-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ധർമ്മരാജൻ സാവിത്രിക്ക് ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ലയം, അതിനെ സൃഷ്ടിസ്ഥിതി സംഹാരാദി കാര്യങ്ങളെ വിവരിച്ചു കൊണ്ടുവരുന്നു. ഇപ്പം നമുക്കിവിടെ വരുന്ന ഒരു പ്രധാന സംശയം, വിഷ്ണുവും കൃഷ്ണനിൽ വന്ന് ലയിക്കണു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഇന്നലത്തെ പ്രഭാഷണത്തിൽ. നമ്മൾ കേട്ടിരിക്കുന്നതായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണം, ആ കഥയനുസരിച്ച് വിഷ്ണുവിൻ്റെ ഒരവതാരമാണ് ശ്രീകൃഷ്ണൻ, അല്ലേ? ആ ദശാവതാരങ്ങൾ വരുന്ന സമയത്ത് ശ്രീകൃഷ്ണാവതാരം, ശ്രീകൃഷ്ണൻ ഒരവതാരമായിട്ട് എടുക്കണു. ആ വിഷ്ണുലോകം അതാണ് ഏറ്റവും മുകളിലുള്ളത്. പക്ഷേ മറ്റു ചില പുരാണങ്ങളിലൊക്കെ അതിന് മുകളിലായിട്ട് ഒരു ഗോലോകം എന്ന ലോകമുണ്ടായെന്നും അവിടെ കൃഷ്ണപരമാത്മാവ്, ചതുർഭുജനായിട്ടുള്ള കൃഷ്ണപരമാത്മാവ്, ഇവിടെ പറയുന്നത് അവതാരമെടുത്തതായിട്ടുള്ള വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് എടുത്തിട്ടുള്ള കൃഷ്ണൻ ദ്വിഭുജനാണ്. ഗോലോകത്ത് വസിക്കുന്ന കൃഷ്ണനാണ് ചതുർഭുജധാരി. ആരുടെ കൂടെ വസിക്കണു അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധാദേവിയോടുകൂടി കൂടെ വസിക്കണു. അപ്പം നമ്മളിതിന് മുമ്പ് അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഥകൾ ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ സംശയത്തിന് ഇടവരണ്ട എന്ന് വിചാരിച്ച് ഞാൻ അതിനെ ഒന്ന് വിശകലനം ചെയ്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ധർമ്മരാജൻ പറയുന്ന കാര്യങ്ങളെ വിസ്തരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അവിടെ ഗോപികമാരും ദേവസ്ത്രീകളും രാധയിൽ ലയിക്കണു. കൃഷ്ണന്റെ പ്രാണാധിക പ്രിയായ രാധാദേവി അദ്ദേഹത്തിൻ്റെ പ്രാണനിലാണ് നിൽക്കുന്നത്. സാവിത്രിയും, ഏതു സാവിത്രി? ഗായത്രിക്ക് അടിസ്ഥാന ദേവതയായിട്ടുള്ള സാവിത്രി. സാവിത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്നതും ഒരു സാവിത്രിക്കാണ്. ആ സാവിത്രി സത്യവാന്റെ ഭാര്യയാണ്, പത്നിയാണ്. സാവിത്രിയും വേദങ്ങളും സകല ശാസ്ത്രങ്ങളും സരസ്വതിയിൽ ലയിക്കണു. സരസ്വതി ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജിഹ്വ അഥവാ നാവിൽ ലയിക്കണു. ഗോലോകത്തിലെ എല്ലാ ഗോപന്മാരും ശ്രീകൃഷ്ണന്റെ രോമാജികളിൽ ലയിക്കണു. ആ പ്രഭുവിൻ്റെ പ്രാണനിൽ സർവ്വ പ്രാണികളുടെയും പ്രാണവായുക്കളും ലയിക്കണു. അഗ്നി അദ്ദേഹത്തിൻ്റെ ജടാഗ്നിയിൽ ലയിക്കണു. ജലം ഗോലോകത്ത് വസിക്കുന്ന ശ്രീകൃഷ്ണന്റെ രസനാഗ്രത്തിൽ ലയിക്കണു. വൈഷ്ണവര അത്യന്തം ആനന്ദത്തോടെ ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ചരണകമലങ്ങളിലും ലയിക്കണു. എല്ലാറ്റിലും വെച്ച് സാരമായ ഭക്തിരസമാകുന്ന അമൃതം പാനം ചെയ്യുന്ന ഭക്തരായ വിരാട് പുരുഷന്മാര് മഹാവിരാട്ടിലും ആ മഹാവിരാട് ശ്രീകൃഷ്ണനിലും ലയിക്കണു. ആ കൃഷ്ണന്റെ രോമകൂപങ്ങളിൽ സകല വിശ്വങ്ങളും ലയിക്കുന്നുണ്ട്. ആ കൃഷ്ണന്റെ കണ്ണ് അദ്ദേഹം ഒന്ന് അടയ്ക്കുന്ന നേരത്താണ് പ്രാകൃത പ്രളയം ഉണ്ടാവുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴാണോ കണ്ണുമിഴിക്കുന്നത് അപ്പോൾ സൃഷ്ടി വീണ്ടും ആരംഭിക്കുകയും ചെയ്യണു. കണ്ണ് തുറക്കാനും അടയ്ക്കാനും എടുക്കുന്ന സമയം തുല്യമാണ്. ബ്രഹ്മാവിൻ്റെ 100 വർഷം കഴിയുമ്പോൾ സൃഷ്ടിയുടെ സൂത്രലയം സംഭവിക്കും. സൃഷ്ടിലയങ്ങൾ എത്ര നടന്നു കഴിഞ്ഞു എന്ന് ഒരു കണക്കുമില്ല എന്നാണ് പറയണത്. ഭൂമിയിലെ പൊടികൾ എത്രയുണ്ട് എന്ന് എണ്ണാൻ കഴിയാത്തതുപോലെ
സർവാന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ കണ്ണ് ചിമ്മുമ്പോഴെല്ലാം സംഭവിക്കുന്ന പ്രളയവും എണ്ണാൻ കഴിയുന്നതല്ല. കണ്ണുമിഴിക്കുന്ന സമയത്ത് ഈശ്വര ഇച്ഛ അനുസരിച്ച് സൃഷ്ടിയും നടക്കണു. പ്രളയകാലത്ത് കൃഷ്ണപരമാത്മാവ് മൂലപ്രകൃതിയായ പരമാത്മസ്വരൂപിണിയോട് ഏകീഭവിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ പരാശക്തിയും നിർഗുണനായ പരംപുരുഷനും ഒന്നുതന്നെയാണ്. അവനാണ് ആദ്യമുണ്ടായിരിക്കുന്നത് എന്ന് വേദജ്ഞന്മാർക്കറിയാം. മൂലപ്രകൃതി അത് അവ്യക്തമാണ് എങ്കിലും അവ്യാകൃതമായിട്ടുള്ള ഭിന്നതവുമായിട്ടാണ് കാണപ്പെടുന്നത്. പ്രളയകാലത്ത് അവശേഷിക്കുന്നതും ആ മൂലപ്രകൃതി തന്നെയാണ്. ഇപ്രകാരം വിശിഷ്ട ഗുണങ്ങളോടുകൂടിയ ജഗദീശ്വരിയുടെ ഗുണങ്ങളെ കീർത്തിക്കുവാൻ ബ്രഹ്മാണ്ടത്തിലുള്ള ആർക്കും തന്നെ കഴിയില്ല. മുക്തിയെക്കുറിച്ച് ചോദിച്ചു. സാവിത്രി അതിനുത്തരമായി കൊണ്ട് പറയണു, മുക്തി 4 വിധത്തിലുണ്ട് എന്ന് 4 വേദങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. മുക്തിയേക്കാൾ ഭക്തിക്ക് മേന്മയും ഗൗരവമുണ്ട് എന്നും പറയുന്നുണ്ട്. സാലോക്യപ്രദമായ മുക്തിയാണ് ഒന്ന്. മറ്റൊന്ന് സാരൂപ്യപ്രദമായ മുക്തി. സാമീപ്യപ്രദമായ നിർവാണപ്രദമായ മുക്തിയും ചേർന്ന് മുക്തി 4 വിധത്തിലുണ്ട്. ഭക്തന്മാരെ പരമപ്രഭുവായ പരമാത്മാവിൻ്റെ സേവനം ഒന്നല്ലാതെ ഈ മുക്തിയെ ആഗ്രഹിക്കണില്ല. ശിവത്വം, അമരത്വം, ബ്രഹ്മത്വം അവരെ അവജ്ഞയോടെ തള്ളിക്കളയണു. കാരണം അവയെല്ലാം ജന്മ, മൃത്യു, ജര, വ്യാധി, ശോക, ഭയാദികൾക്ക് കാരണമായിട്ടുള്ളതാണ്. ദിവ്യരൂപം ധരിക്കലാണ് നിർവാണമുക്തി എന്ന് പറയുന്നത്. സേവയില്ലാത്തതാണ് മുക്തി. ഭക്തിയിലാകട്ടെ സേവാഭാവം നിരന്തരം ഇരിക്കുന്നുണ്ട്. ഇതാണ് ഭക്തിയും മുക്തിയും തമ്മിലുള്ള ഭേദം. നിഷേധ ഖണ്ഡം എന്നുള്ളത് എന്താണ് എന്നുള്ളത് പറയാം, കേട്ടോളൂ എന്ന് പറയാണ്. നിഷേധം എന്ന് പറയുന്നത് ചെയ്ത കർമ്മങ്ങളുടെ ഫലഭോഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് വിദ്വാൻമാർ പറയണത്. നിഷേധം എന്ന് പറഞ്ഞാൽ ചെയ്ത കർമ്മങ്ങളുടെ, നമ്മളുടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലഭോഗം, അതില്ലാതാകുന്നതിനുള്ള ശുഭപ്രദമായ ഉപായം ദേവിയുടെ ഉത്തമമായ സേവനം മാത്രമാണ്. ഈ തത്വജ്ഞാനമാണ് ലോകവും വേദവും ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. നിർവിഘ്നവും ശുഭപ്രദവുമായിട്ടുള്ള മാർഗം ഞാനിതാ പറഞ്ഞു. ഇനി യഥാസുഖം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് യമരാജാവ് അവളുടെ ഭർത്താവിന് സത്യവാന് ജീവൻ നൽകി. അവൾക്ക് ശുഭ ആശിസ്സുകളൊക്കെ നൽകി. ഇതാ യമധർമ്മൻ പോകാൻ തുടങ്ങി. അങ്ങനെ യമധർമ്മൻ പോകാൻ തുടങ്ങുകയാണ് എന്ന് കണ്ട സാവിത്രി അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹത്തിലെ ആ സത്സംഗം തീരുന്നല്ലോ എന്നുള്ള ദുഃഖത്താൽ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചിതാ കരഞ്ഞു. സാവിത്രി അങ്ങനെ വിലപിക്കുന്നത് കണ്ട കൃപാനിധിയായ യമധർമ്മൻ സന്തുഷ്ടനായി അവളോട് പറയാൻ തുടങ്ങി. വീണ്ടും ധർമ്മരാജൻ എന്താ പറഞ്ഞത് എന്നുള്ളതിനെയാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് ഇന്ന് സമയം കഴിഞ്ഞിരിക്കെ നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ.